നമസ്കാരം. ഗാസയിലേക്ക് അവശ്യ വസ്തുക്കൾ കൊണ്ടുവരുന്നതിന് കഴിഞ്ഞ 3 മാസമായി ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ഇസ്രായേൽ തൽക്കാലത്തേക്ക് പിൻവലിച്ചു. അത്യാവശ്യ അവശ്യ വസ്തുക്കൾ ഗാസയിലേക്ക് കൊണ്ടുവരുന്നതിന് ഇനി മുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ വിവിധ രാജ്യങ്ങൾ നൽകിയ സംഭാവനകൾ, ഐക്യരാഷ്ട്ര സഭ ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ നൽകിയ ഭക്ഷ്യവസ്തുക്കൾ, മരുന്നുകൾ തുടങ്ങിയവയെല്ലാം തന്നെ ഗാസയിലേക്ക് കൃത്യമായി തന്നെ എത്തിച്ചിരുന്നു. ഇവയ്ക്ക് സൈനിക അകമ്പടി വരെ നൽകുന്ന അവസ്ഥ ഇസ്രായേൽ നൽകിയിരുന്നു. എന്നാൽ പിന്നീട് സംഭവിച്ചത് ഈ അവശ്യ വസ്തുക്കളൊക്കെ തന്നെ ഹമാസ് തീവ്രവാദികൾ തട്ടിയെടുത്തുകൊണ്ട് പോവുകയും വലിയ വിലയ്ക്ക് കരിഞ്ചന്തയിൽ ഇവ വിൽക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇസ്രായേൽ കഴിഞ്ഞ 3 മാസങ്ങളായി ഇവിടത്തേക്ക് ഭക്ഷ്യവസ്തുക്കളുടെയും മറ്റ് മരുന്നുകളുടെയൊക്കെ തന്നെ വിതരണം നിർത്തിവെപ്പിച്ചിരുന്നത്. മാത്രമല്ല, ഇന്നലെ മുതൽ ഇസ്രായേൽ കരമാർഗവും ഇപ്പോൾ ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ കരസേനയുടെ വലിയൊരു വിഭാഗം തന്നെ ഗാസയിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഗാസയിലെ ഹമാസിൻ്റെ ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ആക്രമിച്ച് തകർക്കുകയാണ് ഇസ്രായേൽ. ഇന്നലെ മാത്രം 100-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഒരുപക്ഷെ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കാം ഇസ്രായേൽ ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് ഈ ഒരു ഉപരോധം പിൻവലിച്ചത്. ഗാസയിൽ വ്യാപകമായി പട്ടിണി മരണങ്ങൾ ഉണ്ടാകുന്നതായിട്ടൊക്കെയാണ് ചില സംഘടനകൾ ആരോപിച്ചിരുന്നത്. എന്നാൽ ഇസ്രായേൽ പറയുന്നത് അവിടെ അത്തരം പട്ടിണി മരണങ്ങളോ മറ്റ് വിഷയങ്ങളോ ഒന്നും തന്നെ ഇല്ല. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി മാത്രമാണ് താങ്കൾ ഇത്തരത്തിൽ നേരത്തെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് എന്നാണ്. മരുന്നുകളും ഭക്ഷ്യവസ്തുക്കളൊന്നും ഇല്ലാതെ അവിടെ കുട്ടികൾ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നൊക്കെയായിരുന്നു പല സംഘടനകളും സമൂഹ മാധ്യമങ്ങളുടെയും മറ്റും ലോകത്തെ അറിയിച്ചിരുന്നത്. ഒരുപക്ഷെ ഇതൊക്കെ തന്നെ മാറ്റുന്നതിന് വേണ്ടിയായിരിക്കാം ഇസ്രായേൽ ഇത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു തീരുമാനം കൈക്കൊണ്ടത് എന്ന് വേണം കരുതാൻ. ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഹമാസ് തീവ്രവാദികൾ വീണ്ടും ശക്തി ആർജിക്കുകയും നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ അവർ ആശുപത്രികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെ കടന്നു കയറി അവിടുത്തെ രോഗികളെ അല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികളെയൊക്കെ തന്നെ മറയാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. ഇത് മനസ്സിലാക്കിയാണ് കഴിഞ്ഞ ദിവസം ഗാസയിലെ പ്രധാനപ്പെട്ട പല ആശുപത്രികൾക്കും നേർക്ക് ഇസ്രായേൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തി. ഹമാസിൻ്റെ പല പ്രമുഖരായ നേതാക്കളും അവശേഷിക്കുന്ന നേതാക്കളൊക്കെ തന്നെ ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ഈ സൈനിക നീക്കം വളരെ കൃത്യതയോടുകൂടി ലക്ഷ്യമിട്ട് തന്നെയാണ് അവർ നടത്തുന്നത് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൂടിയായിരിക്കാം മുൻകരുതലായി അവിടേക്കുള്ള ഭക്ഷ്യവിതരണം വീണ്ടും പുനരാരംഭിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിട്ടുള്ളത്. പല രാജ്യങ്ങളും ഇസ്രായേലിന് നേർക്ക് ഹമാസിനെ ആക്രമിക്കുന്ന കൂട്ടത്തിൽ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ കൊല്ലപ്പെടുന്നുവെന്ന് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഏതാണ്ട് 53,000-ഓളം പേർ കഴിഞ്ഞ 2021 ഒക്ടോബർ 7 ശേഷം, അതായത് 1.5 വർഷത്തിനിടെ ഇവിടെ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ ധാരാളം സ്ത്രീകളും കുട്ടികളുമൊക്കെ തന്നെ ഉൾപ്പെടുന്നുണ്ട്. ഇവരിൽ പലരും നിരപരാധികളാണെന്നുള്ളത് മറ്റൊരു സത്യമാണ്. പക്ഷേ ഇവരെ മറയാക്കിയാണ് ഹമാസ് തീവ്രവാദികൾ ആക്രമണം നടത്തിയിരുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ വിവിധ രാജ്യങ്ങൾ നൽകിയ സംഭാവനകൾ, ഐക്യരാഷ്ട്ര സഭ ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ നൽകിയ ഭക്ഷ്യവസ്തുക്കൾ, മരുന്നുകൾ തുടങ്ങിയവയെല്ലാം തന്നെ ഗാസയിലേക്ക് കൃത്യമായി തന്നെ എത്തിച്ചിരുന്നു. ഇവയ്ക്ക് സൈനിക അകമ്പടി വരെ നൽകുന്ന അവസ്ഥ ഇസ്രായേൽ നൽകിയിരുന്നു. എന്നാൽ പിന്നീട് സംഭവിച്ചത് ഈ അവശ്യ വസ്തുക്കളൊക്കെ തന്നെ ഹമാസ് തീവ്രവാദികൾ തട്ടിയെടുത്തുകൊണ്ട് പോവുകയും വലിയ വിലയ്ക്ക് കരിഞ്ചന്തയിൽ ഇവ വിൽക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇസ്രായേൽ കഴിഞ്ഞ 3 മാസങ്ങളായി ഇവിടത്തേക്ക് ഭക്ഷ്യവസ്തുക്കളുടെയും മറ്റ് മരുന്നുകളുടെയൊക്കെ തന്നെ വിതരണം നിർത്തിവെപ്പിച്ചിരുന്നത്.